ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2024 ഓഗസ്റ്റ് 16 തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തേത് നോക്കാം. ആദ്യത്തേത് ഇന്ത്യയിൽ ഇപ്പോൾ പുതിയതായിട്ട് 3 റാംസർ സൈറ്റ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് എവിടെയാണ്, ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ദ എൻവയോൺമെൻറ്റ് മിനിസ്ട്രി അനൗൺസ്ഡ് ദ ഡെസിഗ്നേഷൻ ഓഫ് 3 more wetlands in India. ആദ്യത്തെ വരുന്നത് നഞ്ചരായൻ ബേർഡ് സാങ്ച്വറി, അത് തമിഴ്നാട്ടിലാണ്. പിന്നെ കഴുവേലി ബേർഡ് സാങ്ച്വറി, അതും തമിഴ്നാട്ടിലാണ്. പിന്നെ വരുന്നത് തവ റിസർവോയർ, അത് മധ്യപ്രദേശിൽ. അങ്ങനെ 3 പുതിയതായിട്ട് എൻവയോൺമെന്റ് മിനിസ്ട്രി അനൗൺസ് ചെയ്തിരിക്കുന്ന റാംസർ സൈറ്റ്സ്. അപ്പോൾ ഈ ഒരു 3 കൂടി വരുമ്പോൾ ടോട്ടൽ ഇപ്പോൾ ഇന്ത്യയിൽ 85 റാംസർ സൈറ്റ്സ് ആണ് ആയത്. അപ്പോൾ ടോട്ടൽ ഇന്ത്യയിൽ ഇപ്പോൾ 85 റാംസർ സൈറ്റ്സ് ഉണ്ട്, ഈ 3 കൂടി ഇൻക്ലൂഡഡ് ആയിട്ട്. പുതിയത് ഏതൊക്കെയാണ്? നഞ്ചരായൻ ബേർഡ് സാങ്ച്വറി തമിഴ്നാട്, കഴുവേലി ബേർഡ് സാങ്ച്വറി തമിഴ്നാട്, തവ റിസർവോയർ മധ്യപ്രദേശ്. അപ്പോൾ ആ 3 പേരുകൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇനി നമുക്ക് ഈ റാംസർ സൈറ്റുകളെ പറ്റി കുറച്ച് ബേസിക് ഫാക്റ്റുകൾ നോക്കാം. അപ്പോൾ ഇന്ത്യ ഈ ഒരു റാംസർ കൺവെൻഷനിൽ സൈൻ ചെയ്യുന്നത് 1982. അപ്പോൾ ഇന്ത്യ റാംസർ കൺവെൻഷനിൽ സൈൻ ചെയ്യുന്നത് 1982. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. 18 റാംസർ സൈറ്റുകളാണ് തമിഴ്നാട്ടിലുള്ളത്. പിന്നെ വേൾഡ് ലെവലിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റ് ഉള്ള രാജ്യം വരുന്നത് UK അഥവാ യുണൈറ്റഡ് കിങ്ഡം ആണ്. 175 റാംസർ സൈറ്റുകളാണ് UK-യിലുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്, ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള രാജ്യം UK. പിന്നെ ഈ ഒരു റാംസർ സൈറ്റുകളും അതിന്റെ വെറ്റ്ലാൻഡ് ഏരിയ, അതിന്റെ ഒരു പെർസെൻറ്റേജിന്റെ കണക്കാണ് പറയുന്നത്. ഇന്ത്യ ഹാസ് എ വെറ്റ്ലാൻഡ് കവർ ഓഫ് 4.63% ഓഫ് ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയ. അതായത് ഇന്ത്യയുടെ മൊത്തം ഏരിയയുടെ 4.63% വെറ്റ്ലാൻഡുകളാണ്. ഓക്കെ, 4.63% വെറ്റ്ലാൻഡുകളാണ്. ഇനി ആ ഉള്ള വെറ്റ്ലാൻഡുകളുടെ 10%ഓളം റാംസർ സൈറ്റുകൾ വരുന്നുണ്ട്. ഇന്ത്യസ് റാംസർ വെറ്റ്ലാൻഡ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് 10% ഓഫ് ടോട്ടൽ വെറ്റ്ലാൻഡ് ഏരിയ. അപ്പൊ ഇന്ത്യയുടെ ടോട്ടൽ വെറ്റ്ലാൻഡ് ഏരിയയുടെ 10% ഈ റാംസർ വെറ്റ്ലാൻഡ് ഏരിയ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസിക് ഫാക്ട് അബൌട്ട് റാംസർ സൈറ്റുകൾ നോട്ട് ചെയ്യുക. അപ്പൊ ഇന്ത്യയിൽ വരുന്ന പ്രധാനപ്പെട്ട റാംസർ സൈറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഈ ഒരു ഫിഗറിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കി പോവാ. കേരളത്തിൽ ഏതൊക്കെയാണ് റാംസർ സൈറ്റുകൾ ഉള്ളത്? 3 അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കി കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാപ്റ്റഗോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രഗിനെ കുറിച്ചിട്ടാണ്. ആ ഒരു ഡ്രഗിന്റെ പ്രത്യേകത പുവർ മാൻസ് കൊക്കെയിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സിന്തറ്റിക് ഡ്രഗാണ് ക്യാപ്റ്റഗോൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അതിനെപ്പറ്റി. എ സിന്തറ്റിക് ഡ്രഗ് നോൺ as പുവർ മാൻസ് കൊക്കെയിൻ ഇനീഷ്യലി ക്രിയേറ്റഡ് as എ ഫാർമസ്യൂട്ടിക്കൽ ട്രീറ്റ്മെന്റ് ഫോർ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡേഴ്സ്. ഈ ഒരു ഡ്രഗ് ആദ്യം ഉണ്ടാക്കിയത് സാധാരണ ഒരു മരുന്ന് എന്നുള്ള രീതിയിലായിരുന്നു. അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡേഴ്സ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ അടുത്തായിട്ട് കൂടുതൽ മിഡിൽ ഈസ്റ്റിലും അതുപോലെ നോർത്ത് ആഫ്രിക്കയിലുള്ള യുവജനങ്ങൾ ഈ ഒരു ഡ്രഗ് കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ഇതിന്റെ കാരണം ഇതിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു അഡിക്റ്റീവ് നേച്ചർ ആണ്. അപ്പൊ ഈ ഒരു മരുന്ന് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിനും നമ്മുടെ ബോഡിക്കും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ആണ് ഉണ്ടാവുക. എത്ര ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലും നമ്മൾ ഭയങ്കര പെട്ടെന്നൊരു ഉണർവുള്ളതായിട്ട് മാറും ഈ ഒരു ക്യാപ്റ്റഗോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡ്രഗ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അതാണ് ഇതിനെ അത്രയും അഡിക്റ്റീവ് ആക്കി മാറ്റുന്നത്. അപ്പൊ ഇതിന്റെ ഈ ഒരു ഓവർ യൂസേജ് യൂത്തിന്റെ ഇടയ്ക്ക് മിഡിൽ ഈസ്റ്റിലും നോർത്ത് ആഫ്രിക്കയിലൊക്കെ കൂടുന്നതാണ് ഇതിപ്പോ ന്യൂസിൽ വരാൻ കാരണം. അപ്പൊ ക്യാപ്റ്റഗോൺ എന്ന് പറയുന്നത് പുവർ മാൻസ് കൊക്കെയിൻ എന്നറിയപ്പെടുന്ന ഒരു സിന്തറ്റിക് ഡ്രഗ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത കറണ്ട് അഫെയർ വരുന്നത് എക്സ്ട്രീമോ ഫൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസത്തിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഈ ഒരു പേരിൽ തന്നെ ഉണ്ട് എക്സ്ട്രീം എന്നിട്ടുള്ള ഒരു വാക്ക് കൂടി ഉണ്ട് അല്ലെ. അപ്പൊ എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും അറ്റത്ത് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഈ ഒരു ഓർഗാനിസത്തിന്റെ പ്രത്യേകതയും അതാണ്. നമ്മൾ ഒരിക്കലും ഒരു മൈക്രോ ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ഒരു ജീവന് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാത്ത പല സിറ്റുവേഷൻസിലും സർവൈവ് ചെയ്ത് നിൽക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ് ആര്? ഈ പറയുന്ന എക്സ്ട്രീമോഫൈൽസ് എന്ന് പറയുന്നത്.
അപ്പൊ നമുക്ക് നോക്കാം. മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ത്രൈവ് ഇൻ എക്സ്ട്രീം എൻവയോൺമെന്റൽ കണ്ടീഷൻസ് വെയർ അതർ ലൈഫ് ഫോംസ് ടിപ്പിക്കലി കനോട്ട് സർവൈവ്. ബാക്കി ജീവനൊന്നും സാധാരണ രീതിയിൽ സർവൈവ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് എക്സ്ട്രീം എൻവയോൺമെന്റൽ കണ്ടീഷനുകളിൽ സർവൈവ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ് എക്സ്ട്രീമോഫൈൽസ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ് ഈ എക്സ്ട്രീം കണ്ടീഷൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഒരു വോൾക്കാനിക് വെന്റ്, അതായത് അഗ്നിപർവ്വതങ്ങളുടെ ലാവ പൊട്ടി വരുന്ന ഒരു ഭാഗം, അവിടെ ഈ ഒരു എക്സ്ട്രീമോഫൈൽസിന്റെ പ്രസൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ പെർമാഫ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ട് മഞ്ഞുമൂടി കിടക്കുന്ന സ്ഥലങ്ങള്, ആസിഡ് മൈനുകൾ, ഡീപ് സീ ഹൈഡ്രോ തെർമൽ വെന്റ്സ്, ഡാർക്ക് ലേക്സ് ബറീഡ് ബിനീത് പോളാർ ഐസ് ക്യാപ്സ്. അതായത് സ്ഥിരമായിട്ട് ഈ മഞ്ഞിന്റെ മലകളൊക്കെ കിടക്കുന്ന ഭാഗത്ത് അടിയിൽ കാണപ്പെടുന്ന ഇരുണ്ട തടാകങ്ങളാണ്. അവിടെ ഇതിന്റെ പ്രസൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ എക്സ്റ്റീരിയർ ഓഫ് സ്പേസ് ക്രാഫ്റ്റ്, എറൗണ്ട് ന്യൂക്ലിയർ വേസ്റ്റ് സ്റ്റോറേജ് സൈറ്റ്, ഇവിടെയൊക്കെ എക്സ്ട്രീമോഫൈൽസിന്റെ പ്രസൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്ട്രീം കണ്ടീഷൻസ്. ഒരെണ്ണം ഭയങ്കര ഹീറ്റുള്ള ഈ പറയുന്ന വോൾക്കാനിക് വെൻസിലാണെങ്കിൽ മറ്റത് പെർമാഫ്രോസ്റ്റ് അല്ലെങ്കിൽ പോളാർ ഐസ് ക്യാപ്സ്, അവിടെയും ഇത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത, ജീവൻ സാധ്യമാവില്ലെന്ന് വിചാരിക്കുന്ന ഈ പറയുന്ന അത്രയും എക്സ്ട്രീം കണ്ടീഷൻസ് അതിനെ സർവൈവ് ചെയ്ത് ജീവിക്കുന്ന സൂക്ഷ്മജീവികളാണ് എക്സ്ട്രീമോഫൈൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് നോട്ട് ചെയ്യാം. പിന്നെ ഈ എക്സ്ട്രീമോഫൈൽസ് അതുപോലെയുള്ള സൂക്ഷ്മജീവികളുടെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഗ്ലോബലി ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട്. അതിന്റെ പേര് എർത്ത് മൈക്രോബയോം പ്രോജക്റ്റ് എന്നാണ്. അപ്പൊ നമുക്ക് അതിനെ പറ്റി ഒന്ന് ഇതിന്റെ കൂടെ നോക്കിപ്പോവാം. ഇറ്റ് ഈസ് എ ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് എയിംഡ് അറ്റ് മാപ്പിംഗ്, ഓർഗനൈസിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ദ ഡൈവേഴ്സിറ്റി ഓഫ് മൈക്രോബിയൽ ലൈഫ് അക്രോസ് ഡിഫറെന്റ് എൻവയോൺമെന്റൽ നീഷസ് ഓൺ എർത്ത്. അതായത് നമ്മുടെ ഭൂമിയിൽ പല എൻവയോൺമെന്റൽ കണ്ടീഷൻസിലും താമസിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന പല സൂക്ഷ്മജീവികളുണ്ട്. അപ്പൊ അവരെ കുറിച്ച്, അവരുടെ ഡൈവേഴ്സിറ്റി, അവർ ഏതൊക്കെ തരത്തിലുള്ളതാണെന്ന് അതിനെക്കുറിച്ച് പഠിക്കുക, ആ ഡാറ്റയൊക്കെ ഓർഗനൈസ് ചെയ്യുക, അതെവിടെയൊക്കെയാണ് കാണുന്നത് എന്നുള്ള മാപ്പ് ചെയ്യുക. ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ആണ് എർത്ത് മൈക്രോബയോം പ്രോജക്റ്റ്. ഇത് സ്റ്റാർട്ട് ചെയ്തത് 2010-ലാണ്. ഈ ഒരു പ്രോജക്റ്റിന് പ്രധാനമായിട്ട് 2 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. എന്തൊക്കെയാണ്? ടു സീക്വൻസ് 2 lakh ജനറ്റിക് സാമ്പിൾസ് ഫ്രം ഡൈവേഴ്സ് എൻവയോൺമെന്റ്. അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിസ്ഥിതിയിൽ നിന്ന് 2 ലക്ഷത്തോളം ജനറ്റിക് സാമ്പിൾസിനെ സീക്വൻസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. പിന്നെ ടു അസംബിൾ 5 lakh മൈക്രോബിയൽ ജെനോംസ്, ക്രിയേറ്റിംഗ് എ കോംപ്രഹെൻസീവ് മാപ്പ് ഓഫ് മൈക്രോബിയൽ ഡൈവേഴ്സിറ്റി ഓൺ എർത്ത്. അതുപോലെ തന്നെ 5 ലക്ഷത്തോളം മൈക്രോബിയൽ ജെനോംസ് അസംബിൾ ചെയ്ത് നമുക്ക് അതിനെ പറ്റി ഒരു എർത്തിലുള്ള മൈക്രോബിയൽ ഡൈവേഴ്സിറ്റിനെ പറ്റി ഒരു വിശദമായ അല്ലെങ്കിൽ സമഗ്രമായിട്ടുള്ള ഒരു മാപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇതിന്റെ 2ാമത്തെ ലക്ഷ്യം വരുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു അറ്റാക്ക് ആണ്. അറ്റാക്ക് എന്ന് ഉദ്ദേശിച്ചത് ഒരു കമ്പ്യൂട്ടർ അറ്റാക്ക് ആണ്. ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്. ഈ ഒരു അറ്റാക്ക് ഇപ്പൊ ന്യൂസിൽ വരാൻ, ഈ ഒരു ടൈപ്പ് ഓഫ് അറ്റാക്ക് ഇപ്പൊ ന്യൂസിൽ വരാൻ കാരണം റീസെന്റ് ആയിട്ട് നമ്മുടെ മുമ്പത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപിനെ എലൻ മസ്ക് ഒരു ഇന്റർവ്യൂ ചെയ്തായിരുന്നു. അത് വോയിസ് ത്രൂ ഇന്റർവ്യൂ ആയിരുന്നു. എക്സ് എന്ന് പറയുന്നത്, ഇത് മുമ്പത്തെ ട്വിറ്റർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ ഒരു വോയിസ് ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഓഡിയോ ഇന്റർവ്യൂ ചെയ്തിരുന്നു. അപ്പൊ ഈ സമയത്ത് അവരുടെ ആ ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു അറ്റാക്ക് നേരിട്ടു. ആ അറ്റാക്ക് ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് ആണ് എന്നാണ് പിന്നീട് റിപ്പോർട്ടുകൾ വന്നത്. അപ്പൊ എന്താണ് ഈ ഒരു അറ്റാക്കിന്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. Distributed denial of service attack occurs when multiple sources overwhelm a server with excessive traffic, making it difficult for legitimate users to access the service. അതായത് ഒരു സെർവറിനെ മൾട്ടിപ്പിൾ സോഴ്സുകളിൽ നിന്ന് അതിലേക്ക് ഒരുപാട് ഡേറ്റ അല്ലെങ്കിൽ അതിലേക്കുള്ള ട്രാഫിക് ഭയങ്കരമായിട്ട് കൂട്ടിക്കൊണ്ട് അതിലേക്ക് എത്തിപ്പെടേണ്ട ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള യൂസേഴ്സിന് ആ ഒരു സർവീസ് ലഭ്യമാകാത്ത അവസ്ഥ. അതായത് ആ സോഴ്സിലേക്ക് അനാവശ്യമായിട്ട് വേറെ കുറെ സോഴ്സിൽ നിന്ന് എന്ത് വരികയാണ്, ട്രാഫിക് വരികയാണ്. അപ്പൊ ആവശ്യമുള്ള ആൾക്കാർക്ക് അതിലേക്ക് ആക്സസ് കിട്ടില്ല. അങ്ങനെ ഉണ്ടാവുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. ദിസ് ക്യാൻ റിസൾട്ട് ഇൻ സ്ലോയിങ് ലോഡിംഗ് ടൈം ഓർ കംപ്ലീറ്റ് ഇൻആക്സസിബിലിറ്റി. ഇത് കാരണം മൊത്തം ലോഡിംഗ് ടൈം ഒക്കെ
സ്ലോ ആവും. പിന്നെ അതുപോലെ തന്നെ മൊത്തമായിട്ട് നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റാതാവും. ഇതൊക്കെയാണ് ഇത് കാരണം സംഭവിക്കുന്നത്. Such attacks are harder to counter because they originate from multiple sources, often using botnets or spoofed IP address. ഈ ഒരു അറ്റാക്ക് പെട്ടെന്ന് നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പല പല സോഴ്സുകളിൽ നിന്നാണ് വരും. ഒരു സോഴ്സിൽ നിന്നാണെങ്കിലല്ലേ അത് കണ്ടെത്തി നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ. ഇത് മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് വരുന്നതുകൊണ്ട് അത് കൗണ്ടർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മൾട്ടിപ്പിൾ സോഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ബോട്ട് നെറ്റുകളാവാം, അല്ലെങ്കിൽ സ്പൂഫ്ഡ് IP അഡ്രസ്സുകളിൽ നിന്നൊക്കെ ആവാം ഈ ഒരു അറ്റാക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഇതിനെ കൗണ്ടർ ചെയ്യാന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്, അതുകൊണ്ട് ഈ ഒരു ഇത്രയും ഡീറ്റെയിൽസ് അതിനെ പറ്റിയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ ന്യൂസിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന മങ്കി പോക്സ്, അഥവാ അതിന് ഷോർട്ട് ചെയ്ത് എംപോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെൽത്ത് കൺസേണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കേൾക്കുന്നത് കൂടുതലും ആഫ്രിക്കൻ കൺട്രീസിൽ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ലോകാരോഗ്യ സംഘടന ഈ ഒരു രോഗത്തിനെ പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ എന്ന രീതിയിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ WHO ഡിക്ലെയർഡ് മങ്കി പോക്സ് ആസ് എ പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ. അപ്പൊ എന്താണ് എംപോക്സ്? എംപോക്സ് എന്ന് പറയുന്നത് ഒരു ഓർത്തോപോക്സ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗമാണ്. അതായത് ഈ സ്മോൾ പോക്സ് വൈറസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ഓർത്തോപോക്സ് വൈറസ്. അത് കാരണമാണ് മങ്കി പോക്സ് ഉണ്ടാവുന്നത്. ഈ ഒരു രോഗം ആദ്യമായിട്ട് മനുഷ്യരിൽ ഡിറ്റക്ട് ചെയ്തത് 1970-ലാണ്. ഈ ഒരു രോഗത്തിന്റെ പ്രത്യേകത ഇത് സെൻട്രൽ ആൻഡ് വെസ്റ്റ് ആഫ്രിക്കൻ ഭാഗങ്ങളിൽ എൻഡമിക് ആയിട്ട് കാണുന്ന ഒരു ഡിസീസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡമിക് എന്ന് പറഞ്ഞാൽ ആ പ്രദേശങ്ങളിൽ മാത്രമായിട്ട് കാണുന്ന ഒരു ഡിസീസാണ് എംപോക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനമായിട്ട് ട്രാൻസ്മിഷൻ മോഡുകളിൽ വരുന്നത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് സൂനോട്ടിക് ആണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മനുഷ്യരിൽ എത്തിക്കഴിഞ്ഞാൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് കോണ്ടാക്ട് വഴി, റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് വഴി, പിന്നെ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽസ് വഴിയൊക്കെ സ്പ്രെഡ് ആവാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത് ഈ ഒരു എംപോക്സിന്റെ പുതിയൊരു സ്ട്രെയിൻ, അതിന് കൊടുത്തിരിക്കുന്ന പേര് ക്ലാഡ് 1B എന്നാണ്. ഈ ഒരു സ്ട്രെയിനിന് ആ ഒരു എൻഡമിക് റീജിയണിൽ നിന്ന് പുറത്ത് വേറെ സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു സ്ട്രെയിൻ കാരണമാണ് ഇപ്പൊ ഇത് എന്താണ് ഇന്റർനാഷണൽ കൺസേൺ ഉള്ളൊരു പബ്ലിക് ഹെൽത്ത് എമർജൻസി ആയിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് പോയിന്റ് ഞാനൊന്ന് വായിക്കാം. എമർജൻസ് ഓഫ് ന്യൂ സ്ട്രെയിൻ കോൾഡ് as ക്ലാഡ് 1B സ്പ്രെഡ് ടു കൺട്രീസ് ഔട്ട്സൈഡ് ഓഫ് ഇറ്റ്സ് ടിപ്പിക്കൽ എൻഡമിക് റീജിയൻ. അതുകൊണ്ടാണ് ഇപ്പൊ അത് കൺസേൺ ആയിട്ട് മാറിയത്. അപ്പൊ എംപോക്സിനെ പറ്റി ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതൊരു വൈറസ് കാരണം ഉണ്ടാവുന്ന ഡിസീസാണ്. ഓർത്തോപോക്സ് വൈറസ് ആണ് അതിന് കാരണക്കാര്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെങ്കി ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്സിനെ കുറിച്ചിട്ടാണ്. അതായത് ഇന്ത്യ ഇൻഡിജിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡെങ്കു വാക്സിൻ ആണ്. അതിനെപ്പറ്റി നോക്കാം. ഡെങ്കി ഓൾ ഇസ് ഇന്ത്യസ് ഇൻഡിജിനസ് ടെട്രാവാലന്റ് ഡെങ്കു വാക്സിൻ ഡെവലപ്ഡ് ബൈ പാനാസിയ ബയോടെക്. അതായത് പാനാസിയ ബയോടെക് എന്ന് പറയുന്ന സ്ഥാപനം ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു ഡെങ്കു വാക്സിൻ ആണ്. ടെട്രാവാലന്റ് ഡെങ്കു വാക്സിൻ ആണ് ഏത് ഡെങ്കി ഓൾ എന്ന് പറയുന്നത്. ദ ടെട്രാവാലന്റ് ഡെങ്കു വാക്സിൻ സ്ട്രെയിൻ TB003 or TB005 was originally developed by National Institute of Health, USA. ഇതിന്റെ ഈ ഒരു വാക്സിന്റെ ഒറിജിനൽ സ്ട്രെയിൻ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് USA-യിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആണ്. അവര് ഇത് ഇന്ത്യയിലെ 3 സ്ഥാപനങ്ങൾക്ക് അതിന്റെ ആ ഒരു സ്ട്രെയിൻ കൊടുത്തിരുന്നു. അതിൽ നിന്ന് ഇവിടെ നമ്മുടെ ഇന്ത്യയിലുള്ള സ്ഥാപനമായിട്ടുള്ള പാനാസിയ ബയോടെക് ആണ് ഈ പറയുന്നൊരു ഡെങ്കി ഓൾ എന്ന് പറയുന്ന ആ ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്തത്. The first ever phase 3 clinical trial for a dengue vaccine in India has been announced by the Indian Council of Medical Research and Panacea Biotech. അപ്പോൾ ഈ ഒരു വാക്സിന്റെ ഫസ്റ്റ് 2 ഫേസ് 1ഉം ഫേസ് 2ഉം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഏകദേശം 2018-19 കാലഘട്ടത്തിൽ ഫേസ് 1ഉം ഫേസ് 2ഉം ക്ലിനിക്കൽ ട്രയൽസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ അത് ന്യൂസിൽ വരാൻ കാരണം അതിന്റെ ഫേസ് 3 ക്ലിനിക്കൽ ട്രയൽസിന്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടം നടക്കാൻ പോവാണ്. അപ്പൊ അത് നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അഥവാ ICMR-ഉം പാൻസിയ ബയോടെക്കും കൂടി അനൗൺസ് ചെയ്തേക്കാണ്. അതായത് ഫസ്റ്റ് എവർ ഫേസ് 3 ക്ലിനിക്കൽ ട്രയൽ ഓഫ് ദിസ് ഡെങ്കിയോൾ വാക്സിൻ ഇപ്പൊ നടക്കാൻ പോകണം. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ അത് ന്യൂസിൽ വന്നത്. അപ്പൊ ഡെങ്കിയോൾ എന്ന് പറയുന്നത് ഡെങ്കുവിനെതിരായിട്ടുള്ള ഒരു വാക്സിൻ ആണ് ഇന്ത്യ ഇൻഡിജിനസ്ലി ഡെവലപ്പ് ചെയ്തത്. കമ്പനിയുടെ പേര് പാനാസിയ ബയോടെക് ആണ്.
ഓക്കെ, അപ്പം അത് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് ലാസ്റ്റ് വരുന്നത് ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ ആയിട്ടുള്ള PR ശ്രീജേഷിനെ കുറിച്ച് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. എന്താണ്? അദ്ദേഹത്തിനെ മെൻസ് ജൂനിയർ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഹെഡ് കോച്ചായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഈ ഒരു ന്യൂസിന്റെ കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതായത് PR ശ്രീജേഷ് ആരായിട്ടാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? ന്യൂ ഹെഡ് കോച്ച് ഓഫ് മെൻസ് ജൂനിയർ ഇന്ത്യൻ ഹോക്കി ടീം. മെൻസ് ജൂനിയർ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഹെഡ് കോച്ചായിട്ട് PR ശ്രീജേഷിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.